ശിശുപാലൻ ചേട്ടാ, സ്വയംപ്രഭ ലീവ് എടുത്തിട്ട് ഇന്ന് 4 ദിവസമായി. എനിക്ക് വയ്യ ഇവിടുത്തെ ജോലികൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ. ഓരോ കാര്യത്തിന് വരുന്നവരോട് സ്വയംപ്രഭ ലീവാണെന്ന് പറയുമ്പോഴേ അവര് പറയുക ഇതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ലാന്ന്. എന്നോട് 1-2 പേര് അങ്ങനെ പറഞ്ഞു. ഇന്നലെ വന്ന വേലായുധനോട് ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരാഴ്ച എടുക്കുമെന്ന്. അപ്പൊ അയാള് പറയുവാ പുറത്തു വെച്ചിരിക്കുന്ന ബോർഡിൽ അങ്ങനെയല്ലല്ലോ എഴുതിയിരിക്കുന്നതെന്ന്. സർട്ടിഫിക്കറ്റിനെ 3 ദിവസം മതിയല്ലോ എന്ന്. ഇവന്റെ ഒക്കെ വർത്തമാനം കേട്ടാലേ വില്ലേജ് ഓഫീസ് അവന്റെ വകയാണെന്ന് തോന്നും. എന്താ സംശയം? വില്ലേജ് ഓഫീസ് അവരുടെ വകയാണ്. നാട്ടിലെ പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നതും നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നതും. ഒരു ഓഫീസിൽ വരുന്നവരോട് വളരെയധികം മാന്യതയോടും മര്യാദയോടും പെരുമാറാൻ പഠിക്കണം കാഞ്ചന. ഞാൻ എന്ത് അപമര്യാദയാ കാണിച്ചത്? ഒരാൾ വരുമ്പോൾ അവരോട് ഞാൻ താങ്കൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ അവരവരുടെ ആവശ്യങ്ങൾ പറയും. അപ്പോ ആ ആവശ്യങ്ങൾ നടത്താൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കല്ല, കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ശിശുപാലൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ. സാർ, നമ്മൾ ഈ മര്യാദ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ വരുന്നവർക്ക് കൂടെ വേണ്ടേ മര്യാദ? അവര് പറയുന്ന വർത്തമാനം കേട്ടാലേ ഒരൊറ്റ അടിയും. നമ്മൾ പെരുമാറുന്ന പോലെയേ വരുന്നവർ നമ്മളോട് പെരുമാറൂ. അതൊക്കെ വെറുതെ പറയുന്നത് സാറേ. ഇവിടെ വരുന്ന സകലരും അഹങ്കാരികളാ. ഒരു വക അനുസരിക്കില്ല. ചിലരെ ചീത്തി വിളിക്കും. പക്ഷേ നമ്മൾ സമചിത്തതയോടുകൂടി പെരുമാറണം. അറിവില്ലാത്തവർ ഒരബദ്ധം കാണിക്കുമ്പോൾ അറിവുള്ള നമ്മൾ വേണ്ട തിരുത്താൻ. മനസ്സിലായോ? വല്ല മതപ്രഭാഷണം നടത്തി ജീവിക്കേണ്ട ആളിനെ പിടിച്ച് വില്ലേജ് ഓഫീസറാക്കിയ ഇങ്ങനെ ഇരിക്കും. സാറേ ഇത് തന്നെയല്ല. നമസ്കാരം ശിശുപാലൻ സാർ. ഇതാര്? താമരാശന? എന്താ താമരാശ? ഈ വർഷത്തെ കരമടച്ചില്ല. നീ ചുമ്മാ ആളെ മെനക്കെടുത്താ പോ താമരാശ. ഞാൻ കൂടെ 100 കൂട്ടം ജോലിയുണ്ട്. എൻ്റെ ഇടയില്ല കാര്യം. അയ്യോ സാർ, അങ്ങനെ പറയരുത്. കരമടയ്ക്കാൻ വില്ലേജ് ഓഫീസിൽ വന്നല്ലേ പറ്റൂ. രാവിലെ മോനേഷ് സാറുമായിട്ട് ഒന്ന് ഉടക്കിയിട്ട് നിൽക്കുക ഞങ്ങള്. നീ പോയിട്ടെ നാളെ വാ. കരമടയ്ക്കാൻ 5 മിനിറ്റ് പോരെ സാർ. ഇനി ഇവിടെ വരെ വന്ന് മെനക്കെടണോ? ഞങ്ങൾക്ക് അതിനും മെനക്കെടാ. മോനേഷ് സാർ ഈ വർത്താനം കേട്ടോണ്ട് വന്നാലേ പിന്നെ ഞങ്ങൾക്ക് മെനക്കെടാ. നീ പോയിട്ടെ തിങ്കളാഴ്ച വാ. അല്ല, എനിക്ക് വില്ലേജ് ഓഫീസറെ ഒന്ന് കാണാൻ പറ്റുമോ? ഇനി അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. ചെല്ലേ. ശിശുപാലൻ ചേട്ടാ, അയാൾ പോയി മോഹനകൃഷ്ണ സാറിനോട് പരാതി പറയും. പ്രശ്നമാവും. സാറിന് വേറെ പണിയൊന്നുമില്ലേ? ആദ്യം വരുന്നവർക്ക് ആദ്യം. അതാ നാട്ടു നടപ്പ്. എനിക്ക് അകത്തേക്ക് വരാമോ സാർ? വരാം. നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ പേര് താമരാക്ഷൻ. ഞാൻ വില്ലേജ് ഓഫീസറായ താങ്കളെ നേരിൽ കണ്ട് മുഖതാവിൽ ഒരു പരാതി ഉണർത്തിക്കാൻ എത്തിയതാ. ഇരിക്കൂ. വേണ്ട, താങ്കളോടൊപ്പം ഇരിക്കാനുള്ള യോഗ്യത ഞാൻ നേടിയിട്ടില്ല. എന്താണ് താമരാക്ഷന്റെ പരാതി? ഞാൻ താങ്കളുടെ അധികാര പരിധിയിൽപ്പെട്ട ഈ വില്ലേജിൽ സ്വന്തമായി കുറച്ച് ഭൂമിയുള്ള ഒരാളാ. ആ ഭൂമിയുടെ കര കൊടുക്കാനായി ഇവിടെ എത്തിയപ്പോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുന്നില്ല. ആരാണ് സമ്മതിക്കാത്തത്? ശിശുപാലൻ സാറാണ് സംസാരിച്ചത്. കൂടെ ഒരു വനിതാരത്നമുണ്ട്. അവരെന്നോട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഓഹോ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. താമരാക്ഷനെ പോലൊരു മാനിനോട് ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയ മോഹനകൃഷ്ണ സാർ